വായിച്ചു. അവിടെ പറയുന്നത് പുരുഷാരം പുലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. അവിടെ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാൻ വളരെ പെട്ടെന്ന് പറയട്ടെ. ഹല്ലേലൂയ. അങ്ങനെ എന്താണ്, കർത്താവിൻ്റെ കയ്യിലേക്ക് അവരുടെ കയ്യിലിരുന്ന അപ്പം യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ പ്രൈസ് ദി ലോർഡ് ഒരു വ്യത്യാസം സംഭവിക്കുകയാണ്. जब उनके हाथ में जो रोटियां थी और मछलियां थी, जब उन्होंने पूर्ण तरीके से प्रभु यीशु मसीह के हाथ में दिया, वहां पे एक बहुत बड़ा बदलाहट हम देख सकते हैं. പ്രൈസ് ദി ലോർഡ്. हालेलुया. ഇത്രയും നേരം അവരുടെ കയ്യിൽ ഇരുന്നപ്പോൾ എത്രയേ ഉള്ളൂ മീൻ? 5 അപ്പവും 2 മീനുമേ ഉള്ളൂ. अब तक उनके हाथों में जब था तो वो 5 रोटी और 2 मछलियां ही थी. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നാം ദൈവകരങ്ങളിലേക്ക് മാറിക്കഴിയുമ്പോൾ, जब हम उसी तरह जब हम परमेश्वर के हाथों में अपने आप को सौंपते हैं, പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മെ എടുത്ത് വാഴ്ത്തുവാനിടയായി തീരും. परमेश्वर हमें आशीष देता है. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ കർത്താവിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്താൽ മാത്രമേ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. जब तक हम परमेश्वर के हाथों में अपने आप को सौंपते हैं, तब ही परमेश्वर हमें उपयोग कर सकता है. നാം വിട്ടുകൊടുക്കാത്തടത്തോളം കാലം കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുകയില്ല. जब तक हम अपने आप को परमेश्वर के हाथों में नहीं सौंपेंगे, परमेश्वर हमें उपयोग नहीं कर सकता. പ്രൈസ് ദി ലോർഡ്. അവന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളായി മാറുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. परमेश्वर हमसे ये उम्मीद और अपेक्षा करता है कि उसके हाथों में हम अपने आप को सौंपकर उनके हाथों में एक शस्त्र बन के रहें. പ്രൈസ് ദി ലോർഡ്. Hallelujah. ഇത് യേശുവിന്റെ കയ്യിൽ അവരെല്ലാം വചനം കേട്ടപ്പോഴും ഈ അപ്പവും മീനും ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. जब उन्होंने वचन सुना था तब रोटी और मछलियां थी जो जन के बीच में थी. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ ഇത് എപ്പോൾ യേശുവിന്റെ കയ്യിലെത്തിയോ, लेकिन जब वो खाने का पदार्थ जो है प्रभु यीशु मसीह के हाथ में आया, പ്രൈസ് ദി ലോർഡ്, അപ്പോൾ അതിന് വ്യത്യാസം സംഭവിക്കുകയാ. तब वहां पे एक बहुत बड़ा बदलाहट होता है. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നാം ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ നമ്മളെ ടോട്ടലി വ്യത്യസ്തരാക്കി മാറ്റാൻ കഴിവുള്ള ഒരു അപ്പന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക. और उसी तरीके से मैं आपको बताना चाहता हूं कि जब अपने आप को परमेश्वर के हाथों में तुम सौंपते हो, तभी वहां पे एक बहुत बड़ा बदलाव आपके जीवन में आता है. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിട്ടുകൊടുക്കാൻ നാം താല്പര്യം കാണിച്ചാൽ നമ്മെ ദൈവം എടുക്കുവാനിടയായി തീരും. अगर ऐसा करने में हम इच्छा प्रकट करते हैं तो परमेश्वर हमें उठाकर बदलाव देता है. പ്രൈസ് ദി ലോർഡ്. എടുത്ത് അവിടെ എന്തോ അപ്പോൾ എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മെ ഒന്ന് വാഴ്ത്തുവാൻ, സ്വർഗത്തിലേക്ക് അപ്പനെ കയ്യിലേക്ക് ഒന്ന് കൊടുക്കുവാൻ ഇന്ന് പകൽക്കാല ആ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, നിന്റെ വിഷയം എന്തുമാകട്ടെ, നിന്റെ പ്രശ്നം എന്തുമാകട്ടെ, അതിന്മേൽ ഇറങ്ങി വരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. और चाहे आपका विषय जो भी हो, चाहे जो भी परेशानी या दिक्कत से आप गुजर रहे हो, अपने विषयों का परमेश्वर के हाथों में रखे तो परमेश्वर स्वर्ग में देखकर उसको बदला देगा. Praise the Lord. Hallelujah. Oh, ribalaba shadaramanagadaka. Hallelujah. Hallelujah. എടുത്ത് വാഴ്ത്തി അടുത്ത എന്താ ചെയ്യുന്നേ? और स्वर्ग की ओर देखकर उस भोजन को धन्यवाद करने के बाद उसने क्या किया? Praise the Lord. നുറുക്കപ്പെടുകയാ. और वो उस रोटी को तोड़ता है. കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കപ്പെടുമ്പോൾ നമ്മൾ വാഴ്ത്തുക മാത്രമല്ല, നമ്മെ ദൈവം നുറുക്കാൻ തുടങ്ങും. और जब हम अपने आप को परमेश्वर के हाथों में सौंपते हैं, परमेश्वर सिर्फ धन्यवाद नहीं करता और हमें तोड़कर छोटे टुकड़ों में करता है. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനുള്ള ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്തോ ചെയ്യും? അവിടെ എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ പറ്റും. परमेश्वर अगर एक शब्द बोले तो वहां पे सब लोगों को भोजन तैयार बनेगा. പ്രൈസ് ദി ലോർഡ്. യേശു ഒരിക്കലും പറഞ്ഞു, ശിഷ്യന്മാർ കടന്നു വന്നപ്പോൾ പറഞ്ഞു, കടൽമേൽ ചുട്ട അടയും ഇനിരിപ്പുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം കൊടുക്കാൻ ശക്തനാ. പക്ഷേ ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം അതിനെ ഒന്ന് നുറുക്കാനിടയായി തീരും. यहाँ पे हम देखते हैं कि प्रभु यीशु मसीह ये चाहता है कि जो आपके पास सामान है, भोजन है, वो उसके हाथों में दे, ताकि वो धन्यवाद ही ना करे लेकिन उसको तोड़कर छोटे टुकड़ों में करे. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മെ കൊടുത്തു കഴിയുമ്പോൾ നുറുക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ?
कोई चाहता है कि हम अपने आप को तोड़ दें? ഉണ്ടോ? ഇല്ല. നമുക്ക് ആർക്കും എന്തില്ല? നുറുക്കപ്പെടാൻ താല്പര്യമില്ലാത്തവരാ. हम टूटने के लिए हमें बिल्कुल पसंद नहीं है, പക്ഷെ ദൈവം പറയുന്നു നാം നുറുക്കപ്പെട്ടാലേ ദൈവത്തിന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളായി മാറത്തുള്ളൂ, അനേക പ്രയോജനമുള്ളവരായി മാറത്തുള്ളൂ. लेकिन परमेश्वर ये कहता है कि जब तक उसके हाथों में आकर अपने आप को तोड़ ना दे तब तक वो उपयोगी अस्त्र जो है नहीं बनेंगे. ഹല്ലേലൂയ. ആ നുറുക്കപ്പെടലിനാൽ എപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുമോ, എപ്പോൾ നാം നുറുക്കപ്പെടലിനെ ഏൽപ്പിച്ചു കൊടുക്കുമോ, അപ്പോൾ നമുക്ക് വ്യത്യാസം സംഭവിക്കുകയാ. और जब अपने आप को टूटने के लिए जब हम सौंपते हैं उसके हाथों में, तब हमारे जीवन में एक बहुत बड़ा बदलाव आता है. Praise the Lord. Hallelujah. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മൾ നുറുക്കപ്പെടാൻ ദൈവമേ എന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണോ അതിനായി എന്നെ ഏൽപ്പിക്കുന്നു. എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടമെന്നിൽ നിറവേറണമെന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? और कितने लोग आज तैयार हैं परमेश्वर को कहने के लिए कि हे परमेश्वर, मैं अपने आप को तेरे हाथों में सौंपता हूं और टुकड़े होने के लिए तैयार हूं. मेरी इच्छा नहीं लेकिन तेरी इच्छा पूरी हो. ഹല്ലേലൂയ. നാം ദൈവത്തിന് സമർപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ കുറെ പദ്ധതികളാണ് ദൈവത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ പദ്ധതിയും തിരിച്ചറിയാൻ കഴിയാതെ നാം പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുകയല്ലേ? अक्सर हम परमेश्वर के हाथों में अपने प्लान्स को हम सौंपते हैं और ये उम्मीद करते हैं कि परमेश्वर हमारे प्लान्स को साकार करेगा. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു നുറുക്കപ്പെടലിനെ ഏൽപ്പിച്ചു കൊടുത്താൽ, और आज अपने आप को टूटने के लिए अगर अपने आप को सौंपे तो പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ നുറുക്കപ്പെടലിൽ നാം വാഴ്ത്തപ്പെടുകയാ. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട നമ്മളെ ദൈവം ഒന്ന് നുറുക്കി കഴിഞ്ഞാൽ നമ്മുടെ ലെവൽ മാറുകയാ. ഓ ഒരിക്കൽ പൗഡമനഘടക നാം വർദ്ധിക്കാൻ തുടങ്ങും. और जब हम परमेश्वर हमें धन्यवाद दे के हमें छोटे छोटे टुकड़ों में तोड़ेगा, तब हम बढ़ जाएंगे या फिर मल्टीप्लाई हो जाएंगे और परमेश्वर हमारे टुकड़ों से उपयोगी कार्य करेगा. പ്രൈസ് ദി ലോർഡ്. നാം അങ്ങനെയായി മാറിയാൽ നമ്മളെ കൊണ്ട് അനേകർക്ക് ഉപയോഗപ്രദമായി മാറത്തക്ക നിലവാരത്തിൽ ഹല്ലേലൂയ അനേകർക്ക് ഹല്ലേലൂയ നമ്മളെ കൊണ്ട് ഹല്ലേലൂയ പ്രയോജനം വരത്തക്ക നിലവാരത്തിൽ. और अगर हम उस अवस्था में जाएंगे तो परमेश्वर हमें उस उपयोग करने की अवस्था में लेकर आएगा ദൈവം നമ്മെ ഉപയോഗിക്കാൻ പോകുകയാ. और उसके बाद परमेश्वर हमें उपयोग करेगा. ഹല്ലേലൂയ. അതുവരെ ഒരു മാറ്റവും ഇതിന് സംഭവിച്ചില്ല. എപ്പോൾ ഇത് വാഴ്ത്തി നുറുക്കാൻ തുടങ്ങിയോ അപ്പോൾ നുറൽ ഹല്ലേലൂയ അപ്പത്തിനും മീനിനും വ്യത്യാസം വരാൻ തുടങ്ങി. അത് വർദ്ധിക്കാൻ തുടങ്ങി. അത് അപ്പന്റെ കയ്യിലെത്തിയപ്പോൾ റിബൽ പൗഡമനഘടക ഹല്ലേലൂയ. तब तक उस मछलियों में उन रोटियों में कोई बदलाव नहीं था, लेकिन परमेश्वर के प्रभु यीशु मसीह के हाथ में आया तो आया तो उसमें एक बहुत बड़ा बदलावट आया और उसके बाद वो बाकी लोगों को जनों के लिए उपयोगी बना. Praise the Lord. Hallelujah. അവിടെ കൊണ്ട് തീരുകയല്ല, ഇത് ഒരു വ്യക്തി കഴിച്ചു തീർക്കണ്ട, ഒരു വ്യക്തിക്ക് കൊണ്ടുവന്ന അല്ലേ ആഹാരമാ. പക്ഷേ ഇത് അവിടെ തീരുകയല്ല, അനേകർക്ക് കൊടുക്കത്തക്കവണ്ണം ദൈവം അവിടെ ഉപയോഗിക്കുകയാ. वो भोजन जो था एक व्यक्ति के लिए लेकर आए थे, लेकिन वो वहां खत्म नहीं होता, उसको और बढ़ोतरी या मल्टीप्लाई होकर बाकी लोगों के लिए उपयोगी बना. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മളിൽ ഒതുക്കപ്പെടാനുള്ളതല്ല, നമ്മൾക്ക് പകർന്നിരിക്കുന്ന ദൈവകൃപ അത് അനേകർക്ക് പ്രയോജനമായി തീരട്ടെ. और उसी तरीके से जो परमेश्वर की कृपा हमारे ऊपर मिली है उसको हमारे अंदर ही सीमित नहीं रखना, लेकिन बाकी लोगों के लिए फैलाना है ताकि उनके लिए उपयोगी बने. Praise the Lord. ഇന്ന് പകൽക്കാലം അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തേ. और उस कार्य को करने के लिए अपने आप को परमेश्वर के हाथों में सौंपे. നമ്മളിലൂടെ അനേകർ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ ഇവിടെ പറയുക, അവർ വിശന്നിരിക്കുന്ന അനേകർ ഇവിടെ ഉണ്ടെന്ന്. हम इस तरह पढ़ते हैं कि वो जो थे भूखे थे, तो यहाँ पे और भी भूखे लोग यहाँ बैठे हुए हैं. നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളിലൂടെ അനേക വിശപ്പുകൾ അടങ്ങാനിടയായി തീരും. हमें अपने आप को अगर परमेश्वर के हाथों में सौंपे तो हमारे द्वारा जो है बाकी लोगों की भूख मिटेगी. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് സകല വചനം കൊണ്ട് ജീവിക്കുന്നത് വചനം പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നാം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി ദൈവപ്രവൃത്തി ദേശത്ത് വെളിപ്പെട്ട് വരുമെന്ന്.
मनुष्य सिर्फ रोटी से नहीं लेकिन परमेश्वर के वचन से जीवित है और इसीलिए अपने आप को परमेश्वर के हाथों में सौंपे। परमेश्वर का बहुत महान कार्य हमारे जीवन में देखेंगे നിന്റെ കുടുംബത്തിന്റെ അകത്ത് വെളിപ്പെട്ട് വരുവന്നേ. और वो महान कार्य आपके परिवार में दिखेगा। നിന്റെ ശൂന്യതയെ അവിടെ മാറ്റി വന്നേ. आपकी जिंदगी की शून्य अवस्थाओं को हटा देगा वो। Praise the Lord. ഇവിടെ തിന്ന് തൃപ്തരായ ശേഷം ശേഷിച്ച കൊട്ട 12 കൊട്ടയാ. और वो जन जो है भोजन खाकर तृप्त होने के बाद 12 टोकरियां भोजन की बची हुई थी। ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, അഗർ ഒന്ന് നുറുക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, अगर अपने आप को परमेश्वर के हाथों में सौंपे और अपने आप को टुकड़ों में तोड़ने के लिए अगर तैयार हो जाए। ടൈം കഴിഞ്ഞുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുക, ഞാൻ വളരെ പെട്ടെന്ന് പോകുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് നുറുക്കാൻ ആവശ്യപ്പെട്ടാൽ, अगर हम आग्रह करें कि अपने आप को परमेश्वर के हाथों में टुकड़ों में बांट दें, നമ്മെ തന്നെ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, अगर परमेश्वर के हाथों में अपने आप को सौंपे, നുറുക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, अगर टुकड़ों में होने के लिए अपने आप को सौंपे, ദൈവത്തിന് ഒത്തിരി നമ്മളിലൂടെ ചെയ്തെടുക്കാനുണ്ട്. परमेश्वर हमारे द्वारा कई महान कार्य करने को सामर्थ है। അതിനായി നമ്മെ ഒന്ന് ഏൽപ്പിച്ചേ. उसके लिए पर हम अपने आप को परमेश्वर के हाथों में सौंपे। 5 സുവിശേഷത്തിനും ഒരുപോലെ പറഞ്ഞൊരു അത്ഭുത പ്രവൃത്തി ഉണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. 4 सुसमाचारों में अगर ऐसा एक मिरेकल है जो चारों सुसमाचारों में एक ही तरह बताया गया है, वो यही है। അതെടുക്കാൻ എനിക്ക് ഒത്തിരി സമയമില്ല, ഇതുകൊണ്ട് ഞാൻ നിർത്തുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തേ. നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട്, കർത്താവേ എൻ്റെ ഹിതങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച്, അപ്പാ എന്നെ കുറിച്ച് അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് ഒന്ന് നുറുക്കപ്പെടുമെങ്കിൽ ഞാനൊന്ന് വർദ്ധിക്കുമല്ലോ. ഹല്ലേലൂയ. അത് അനേകർക്ക് പ്രയോജനകരമായി മാറുമല്ലോ. ഞാൻ നുറുകാതിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ തന്നെ ഇരിക്കാനിടയായി തീരും. ഇങ്ങനെ ഇരിക്കാനല്ല അപ്പൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തേ. ഒരു നുറുക്കപ്പെടല്ല മണ്ഡലത്തിൽ आपके जीवन की जिस अवस्था में आप हो उस अवस्था में अपने आप को परमेश्वर के हाथों में सौंपे और बोलें कि परमेश्वर मुझे छोटे छोटे हिस्सों में बांट ताकि मैं दूसरों के लिए उपयोगी बनूं, और अगर मैं अपने आप को सीमित रखूंगा तो बाकी लोगों के लिए उपयोगी ना बनूंगा। പ്പെടാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് വലിയ പദ്ധതി നമ്മുടെ മേലുണ്ടെന്ന്. ഇന്നലകളിൽ അല്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യോബിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നത് തൻ്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് ഇരട്ടിയായി ദൈവം കൊടുത്തെങ്കിൽ ചില കഷ്ടതകൾ നമ്മെ തകർക്കാനല്ല, നമ്മെ മുടിച്ചു കളയാനല്ല, നമ്മെ ഇല്ലാതെയാക്കാനല്ല. അതിനേക്കാൾ ഇരട്ടി ശക്തിയായി നിന്നെ പുറത്തെടുക്കാനോ. ഹല്ലേലൂയ. और जब अयूब के जीवन में जब परेशानियां और चुनौतियां आई तो उसको तोड़ने के लिए नहीं, लेकिन आगे जाके हम पढ़ते हैं कि उसके जीवन में और बढ़ोतरी हुई और आशीष मिले। उसी तरीके से हमारे जीवन में जो तोड़ने का जो एक अनुभव है वो हमें बर्बाद करने के लिए नहीं, लेकिन उसके द्वारा अनेक लोग जो हैं हमसे उपयोग प्राप्त करें। तो अपने आप को परमेश्वर के हाथों में पूर्ण तरीके से सौंपें। हे परमेश्वर, अपने आप को आपके हाथों में हम अपने आप को सौंपते हैं। अगर तू इस तरह बैठा है तो हमेशा इसी तरह बैठा रहेगा। ഇതാരുടെ കയ്യിലാണോ അപ്പവും മീനും ഇരുന്നത് അത് അവരുടെ കയ്യിലിരുന്ന ഇന്നും അത് അവിടെ കൊണ്ട് തീർന്നേനെ. ഒരു അത്ഭുതമായി ഇന്നും ഈ ചരിത്രത്തിൽ ഇത് കാണത്തില്ലായിരുന്നു. और अगर जो 5 रोटियां और 2 मछलियां लेकर आया था, अगर वो अपने हाथ में ही वो भोजन सामान रखता तो वैसा ही रहता, और ये जो अद्भुत कार्य है जो हमारे वचनों में नहीं बताया जाता। പക്ഷേ ഇത് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ, लेकिन जब परमेश्वर के हाथों में उसने दिया, ഹല്ലേലൂയ, ഇതൊരു ചരിത്ര സംഭവമായി മാറി. ये एक ऐतिहासिक कार्य बन गया, एक ऐतिहासिक घटना बन गई। വർഷം 2000 കഴിഞ്ഞിട്ടും നിന്നു പോയില്ല, ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 2000 साल बीत गए लेकिन इस घटना के बारे में आज भी प्रचार हो रहा है। അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരു ചരിത്രമായി മാറത്തക്കവണ്ണം, तो इसीलिए हम भी एक ऐतिहासिक घटना बन जाएं। നമ്മളെ കൊണ്ട് ദൈവത്തിന് ചില ഉപയോഗങ്ങൾ ഉണ്ടാകട്ടെ. हमारे द्वारा परमेश्वर कुछ उपयोगी काम कर सके, നമ്മളുടെ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരട്ടെ. हमारे अंदर परमेश्वर की कार्य जो है वो पूर्ति हो। ഇത് അവിടെ ഇരുന്നെങ്കിൽ ഒരു അത്ഭുതമായി മാറില്ലായിരുന്നു. अगर वो भोजन जो है वहीं पड़ा रहता था तो एक अद्भुत कार्य नहीं बनता, പക്ഷേ ദൈവകരത്തിലേക്ക് വിട്ടുകൊടുത്തു അത്ഭുതമായി മാറുകയാ. लेकिन परमेश्वर के हाथों में दिया तो वो एक बहुत अद्भुत कार्य बन गया। നീ ദൈവകരത്തിലേക്ക് വിട്ടുകൊടുത്ത് അത് നുറുക്കപ്പെടാൻ തയ്യാറായോ നീ ഒരു അത്ഭുത നിശ്ചയമായി
വിഷയമായി മാറാൻ പോവാ. और अगर परमेश्वर के हाथों में सौंपे और अपने आप को तोड़ने के लिए तैयार हो जाए तो तू एक चमत्कार का कारण बनेगा ഇന്ന് പകൽക്കാലം അപ്രകാരം ഉദയിപ്പിച്ചു കൊടുത്തേ और उस നമ്മൾ तरह അത്ഭുത വിഷയമായി മാറാം. और उस तरह अपने आप को अगर परमेश्वर के हाथों में सौंपे तो तू एक चमत्कार का कारण बनेगा നമ്മെ തെളിയിപ്പിച്ചു കൊടുത്തേ. अपने आप को परमेश्वर के हाथों में सौंपे हालेलुया, हालेलुया, हालेलुया। ദൈവിക ഉപയോഗത്തിലുള്ള വലിയൊരു ദൈവ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടുന്ന ഒരു അത്ഭുത വിഷയമായി അനേകർക്ക് ഒരു അത്ഭുതമായി നാം മാറി വരട്ടെ. और हमारे अंदर ऐसा एक बदलाव हो ताकि हम परमेश्वर का एक बहुत बड़ा चमत्कार बने और बाकी लोगों के लिए अन्य लोगों के लिए एक उपयोगी का कारण बने. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. इन वचनों के साथ परमेश्वर आशीष दे.